നമസ്കാരം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ഹരി കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി. ഞാനിത് പറയുമ്പോൾ അനേകം പേർക്ക് സംശയം വരുന്നുണ്ട്, എന്താ ഇത് പറയണേ എന്നുള്ളത്. ഇത് ഗുരുവന്ദനമായിട്ടാണ് പറയുന്നത്. അതായത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു ആചാര്യനിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്നതാണല്ലോ, കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ആചാര്യ സ്ഥാനത്ത് ഞാൻ സങ്കല്പ ഗുരു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അദ്ദേഹം എനിക്ക് ഉപദേശം തന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. തോട്ടം കൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം ഇപ്പം ഇല്ല, ഭഗവാന്റെ ലോകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്താഹ വേദികളിൽ നിന്ന് അദ്ദേഹം പറയുന്ന കഥകൾ കേട്ട് മനസ്സിലാക്കിയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അദ്ദേഹം പറയണത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എത്രയോ ഗുരുവായൂരപ്പൻ ഇങ്ങനെ മുന്നിൽ തെളിഞ്ഞു കാണാൻ പാകത്തിനാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ കൃഷ്ണപാദ മനുഷ്യം എന്ന് പറയുന്നത് തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്ന ആചാര്യനെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നതാണ്. രണ്ടാമത്തേത് ഹരികൃഷ്ണപാദ മനുഷ്യം എന്ന് പറയാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മകൻ ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ എൻ്റെ ആചാര്യ സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിൽ നിന്നാണ് ഉപദേശം നേടാൻ സാധിച്ചത്. അദ്ദേഹമാണ് ആത്മീയ ഗുരു, അതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ഹരികൃഷ്ണപാദ മനുഷ്യം എന്ന് പറയുന്നത് തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരിയാണ് കേട്ടോ. അങ്ങനെയാണ് ഈ രണ്ട് നമസ്കാരങ്ങൾ വന്നത് കേട്ടോ. കൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദി ഭാവയാമി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളതെന്നാണ് തോന്നണേ. എന്തായാലും അത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഏത് വീഡിയോ എടുത്താലും അതിൻ്റെ താഴെ ഇതെനിക്കുള്ള മറുപടിയാണ് എന്ന് പറയാൻ ഒരു ഭക്തയെങ്കിലും അല്ലെങ്കിൽ ഒരു ഭക്തനെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒന്നും കമൻറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. അങ്ങനെ അനേകം പേരുണ്ട്. അവർക്കുള്ള ഉത്തരം ആണ് ഈ ഗുരുവായൂരപ്പനായിട്ട് കൊടുക്കുന്ന ഉത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അല്ലേ. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഇത് വെറും ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടല്ല ഗുരുവായൂരപ്പൻ കൊണ്ട് നടത്തുന്നത്. ഗുരുവായൂരപ്പൻ തന്നെയാണ് കേട്ടോ കൊണ്ട് നടത്തുന്നത്. ഗുരുവായൂരപ്പൻ കൊണ്ട് നടത്തണത്. മുൻപാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യൽ മാത്രമായിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എനിക്കൊരു ചോദ്യം കിട്ടിയാൽ എന്തൊക്കെയോ ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ആശ്വാസമാവേണ്ടതെന്ന് അറിയുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചോദ്യോത്തര സെക്ഷൻ മാത്രമാണെങ്കിൽ പോലും അതും ഭഗവാനെ അനുസ്മരിക്കാനുള്ള സമയം അതിൽ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു സെഷൻ മാത്രമായിട്ട് ചെയ്യാനും ഇപ്പോൾ വളരെ ഇഷ്ടമാണ് കേട്ടോ. മുമ്പ് അങ്ങനെയായിരുന്നില്ല കേട്ടോ. ചോദ്യോത്തരം പറയുമ്പോൾ ഒരു തൃപ്തിക്കുറവുണ്ടായിരുന്നു എനിക്ക്. പറഞ്ഞ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് പലരും ചോദിക്കല്ലേ. അപ്പോൾ ആവർത്തിക്കുന്നവരോട് ആവർത്തിച്ച് ചോദിക്കരുത്, മുന്നത്തെ എപ്പിസോഡ് റെഫർ ചെയ്യൂ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ മുന്നത്തെ എപ്പിസോഡ് റെഫർ ചെയ്യൂ എന്ന് പറയാനാണെങ്കിൽ ഞാനെന്തിനാ എല്ലാ ദിവസവും വരണേ തോന്നും എനിക്ക്. പിന്നെ മാത്രമല്ല, ഈ അടുത്തായിട്ട് ആചാര്യൻ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു, എത്ര തവണ ചോദിച്ചാലും മടുപ്പില്ലാണ്ട് പറഞ്ഞു കൊടുക്കണം എന്ന്. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. എന്നാലും അദ്ദേഹം ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു. അത് ഗുരുവായൂരപ്പനെ ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ ഇതെല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചോദ്യോത്തര സെക്ഷനും വളരെ ആസ്വാദ്യകരമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ. സവിത ഈ തന്നെ പറഞ്ഞിട്ട് സവിത തന്നെ ഞങ്ങൾ ആസ്വദിക്കേണ്ടത് പറഞ്ഞാൽ ഇങ്ങനെയാന്ന് വിചാരിക്കരുത്. പറയുന്ന എൻ്റെ മനസ്സിനൊരു തൃപ്തി തോന്നുന്നുണ്ടെന്നാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം പറയാട്ടോ. സദമോളെ, ഞാൻ ഒത്തിരി കമന്റ് ഇട്ടു, ചോദിച്ചു, വിഷ്ണു സഹസ്രനാമം വിഷ്ണു വഷഡ്കാറു തൊട്ട് ചൊല്ലാൻ പാടുള്ളൂ, അതോ ഭീഷ്മർ കൃഷ്ണ ഒക്കെ യുധിഷ്ഠിരൻ്റെയോട് പറയുന്ന ഭാഗങ്ങൾ ചൊല്ലാമോ? ഞാൻ ഫുള്ള് ചൊല്ലും. ഒരാൾ പറഞ്ഞു അതൊന്നും ചൊല്ലരുത്, വിശ്വം എന്ന് തൊട്ട് സർവപ്രഹരണായുധ വരെ ചൊല്ലാവൂ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ പ്ലീസ്. 48-ാം വയസ്സിലാണ് ഇതൊക്കെ ചൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നത്. മനസ്സിനും ശരീരത്തിനും ആശ്വാസം കിട്ടുന്നത്.
നോക്കൂ, ചൊല്ലരുത് അരുതുകളില്ല ഗുരുവായൂരപ്പന്. എന്താ അരുതുകൾ? അരുതുകളില്ല ഗുരുവായൂരപ്പന്. എല്ലാം ശരിയാണ് ഗുരുവായൂരപ്പന്. മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത ഭഗവാനെ സ്തുതിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന എന്തും അരുതുകളില്ല കേട്ടോ. അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് അങ്ങനെയാണ് ഇത്രയും കാലം ചൊല്ലിയതെങ്കിൽ അതിലൊരു തെറ്റും ഞാൻ പറയില്ല. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ചൊല്ലുന്നത് അങ്ങനെ തന്നെയാണ് ഞാനും ചൊല്ലാറുള്ളത് കേട്ടോ. അതായത് ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗ്യഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്ന് തുടങ്ങി ഓം വിശ്വം വിഷ്ണു വഷട്കാരോ ബോധഭവ്യ ഭവത് പ്രഭു എന്ന് തുടങ്ങി ആത്മയോനി സ്വയം ജാതോ വൈഖാനസാമകായന ദേവകീ നന്ദന സൃഷ്ടാക്ഷതീശ പാപനാശന. ആ ഒരു ഭാഗം വരെയാണ്, അതായത് അതിൻ്റെ അവസാനം വരെ. സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ ഇത് വരെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ചൊല്ലാറുള്ളത്. എല്ലാ ദിവസവും ആത്മീയ ഹാളിലായിട്ട് എല്ലാ ദിവസവും ഗുരുവായൂരപ്പന് വിഷ്ണു സഹസ്രനാമം ചൊല്ലി കേൾപ്പിക്കുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ ഭജന സമിതി എന്ന് പറഞ്ഞ് മംഗളസ്തോത്ര രത്നാവലിയൊക്കെ എഴുതിയിട്ടുള്ള ആളുകളിൽ അവർ കീശാന്തി കുടുംബങ്ങളിലെ അംഗങ്ങളാണ് കേട്ടോ അത് കൊണ്ടു നടത്തുന്നത്. അപ്പോൾ ആ എല്ലാ ദിവസത്തെയും സഹസ്രനാമത്തിൽ ഇങ്ങനെയാണ് ചൊല്ലാറുള്ളത്. അതുകൊണ്ട് സവിത എങ്ങനെയാ ചൊല്ലണേന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയാ ചൊല്ലുന്നത്. എന്നാൽ മുൻപേ തൊട്ട് ആ വിഷ്ണു സഹസ്രനാമം രചിക്കാനുണ്ടായ സാഹചര്യം തൊട്ട് ചൊല്ലി കേൾപ്പിക്കുമ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അത് അപ്പം ആലോചിക്കും. ഭീഷ്മര് ആ ശരശയ്യയിൽ കിടന്ന് ഭഗവാനെ സ്തുതിച്ച ആ ഭാഗങ്ങൾ ഉണ്ണികൃഷ്ണന്റെ ഓർമ്മ വരും. അപ്പൊ ഉണ്ണികൃഷ്ണൻ സന്തോഷാവല്ലേ ചെയ്യുക. ആരാ പറയണേ ഇങ്ങനെ അരുതെന്ന്? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് സന്ധ്യ എന്ന ഭക്തയാണ്. സവിത പിടിപ്പണം നേർന്നിട്ടുണ്ട്. അത് മഞ്ഞപ്പട്ടിൽ കെട്ടി നാലമ്പലത്തിൻ്റെ നടയിലാണോ അത് സമർപ്പിക്കേണ്ടത് അതോ ചുറ്റമ്പലത്തിലാണോ എന്നാണ്. അങ്ങനെയില്ല, നമ്മൾക്ക് നാലമ്പലത്തിനകത്തേക്ക് കടക്കാൻ പറ്റുന്ന, അകത്ത് കയറി തൊഴാൻ പറ്റുന്ന സമയമാണെങ്കിൽ നമ്മൾ നാലമ്പലത്തിൽ തന്നെ സമർപ്പിക്കണം. ചിലർ വരിയിൽ നിൽക്കുമ്പോൾ മറന്നുപോകും സമർപ്പിക്കാൻ. പിന്നീട് റൂമിൽ പോയി എടുത്തുകൊണ്ട് വരുമ്പോൾ രണ്ടാമത് ഈ സംവിധാനത്തിലൂടെ കയറി ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടെ സമർപ്പിച്ചാലും മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തതായിട്ട് സരിത PV എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത വൃന്ദാവന യാത്ര സീറ്റ് ഫില്ലായോ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? മോക്ഷ ഗ്രൂപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മോക്ഷ ഗ്രൂപ്പുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിലെ സീറ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി മാർച്ചിൽ ഒന്നുകൂടെ സംഘടിപ്പിക്കുന്നുണ്ട്, അതിൽ ഞാനുണ്ടാവില്ല. മാർച്ചിൽ യാത്രയ്ക്ക് തയ്യാറാണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ, അതിൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ. ഈ ഗ്രൂപ്പ് ഇപ്പോൾ ഫെബ്രുവരി 7-ാം തീയതി പോകുന്ന ഗ്രൂപ്പ് ഫില്ലായിട്ടുണ്ട്. ഞാൻ എത്ര കാലം മുമ്പ് പറഞ്ഞതല്ലേ, അത് കുറേ ആയിട്ട് ഫില്ലായി കേട്ടോ. അതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കണ്ട, നമുക്ക് അടുത്ത തവണ പോകുമ്പോൾ ഒരുമിച്ച് പോകാം കേട്ടോ. സരിത, ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചിരുന്നു. മകനെ വിവാഹം നടക്കാൻ ഗുരുവായൂരപ്പന് സ്വയംവരം കൃഷ്ണനാട്ടം നടത്താൻ ആഗ്രഹമുണ്ട്. ഷീട്ടാക്കാൻ എത്ര രൂപയാണെന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരാമോ എന്നാണ് വിജയ പുരുഷോത്തമൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. 3000 രൂപയാണ് കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാൻ വേണ്ടത് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഷീട്ടാക്കുക ചോദിച്ചാൽ ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം, അതല്ല നേരിട്ട് വന്നിട്ടാണെങ്കിലും ബുക്ക് ചെയ്യാം. ഇനി എന്നാ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളുടെ ഇഷ്ടമല്ല. കാരണം ഗുരുവായൂർ ദേവസ്വം ഓൾറെഡി 8 കൃഷ്ണനാട്ടം കളിയുണ്ട്. 8നും ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു മാസത്തിൽ ഇന്ന ദിവസം ഇന്ന കളി എന്നുള്ളത് ദേവസ്വമാണ് മുൻകൂട്ടി നിശ്ചയിക്കുക. എന്നിട്ട് നമുക്ക് ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇപ്പോൾ ഡിസംബർ വരെയുള്ള ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ ഡിസംബർ 1-ാം തീയതി അവതാരം എന്ന് ദേവസ്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവതാരം മാത്രമേ ഷീട്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ദിവസം ഒരു കൃഷ്ണനാട്ടം കളിയേ നടക്കുള്ളൂ. എന്നാൽ അനേകം ഭക്തരുടെ വകയായിട്ട് ഇത് നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു കൃഷ്ണനാട്ടം കളി മാത്രമേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റ് ചെയ്യപ്പെട്ട ദിവസത്തിൽ നമുക്ക് ഏത് ദിവസമാണോ സൗകര്യം ആ ദിവസം നോക്കി ഷീട്ടാക്കാം, അത്രയേ പറ്റുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് അനിത ചേച്ചിയുടെ സംശയം കേട്ടോ. ശരിക്കും സംശയമാണ്. ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കൽ വരുമ്പോൾ കിട്ടുന്ന അനുഭൂതി ദിവസവും അമ്പലത്തിൽ പോകുന്ന സവിതയ്ക്ക് കിട്ടാറുണ്ടോ? എന്താ സംശയം?
ഒരു സംശയവും ഇല്ല. കൊല്ലത്തിൽ ഒരു ദിവസം വരുമ്പോൾ കാണുന്ന ഭഗവാനെ തന്നെയല്ലേ എല്ലാ ദിവസവും കാണുന്നത്. ഏതോ ജന്മത്തിൽ ചെയ്തു വെച്ച എന്തോ ഒരു സുകൃതം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. അതൊക്കെ വേണ്ട വിധം ഉപയോഗിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. കാരണം വർഷത്തിൽ ഒരിക്കൽ വരുന്ന നിങ്ങളൊക്കെ ചിലപ്പോൾ 24 മണിക്കൂർ തരികയാണെങ്കിൽ 24 മണിക്കൂറും ഗുരുവായൂരമ്പലത്തിൽ കഴിച്ചു കൂട്ടാൻ തയ്യാറായിട്ടാവും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ പോവുക തൊഴുക വരിക എന്ന് മാത്രമേ ചെയ്യണുള്ളൂ. അതൊന്നും അല്ല വേണ്ടത്. ശരിക്കും ഭജന ഇരിക്കണം. മാസത്തിൽ തന്നെ ഒരു 3 ദിവസമെങ്കിലും ഭജന ഇരിക്കേണ്ടതാണ്. അത്രയൊന്നും വിശേഷാലായിട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ അതിനൊന്നുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടാവും കേട്ടോ. കാരണം ഒന്ന് പോയി തൊഴുത് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ഈ ഒരു ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു എനർജി ലെവൽ ഉണ്ടാവുമല്ലോ, അത് അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നാറുണ്ട് എനിക്ക് കേട്ടോ. അപ്പോൾ അത്ര സന്തോഷം കിട്ടാറുണ്ട്. അത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിലെ ഒരു ഒരു വിഷമഘട്ടം അല്ലെങ്കിൽ ഒരു പ്രാരാബ്ധ ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ദുഃഖ നിറഞ്ഞ ദിവസങ്ങൾ എന്ന് പറയില്ലേ, അങ്ങനെ വിങ്ങി 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 പോകുന്ന നിമിഷങ്ങളിൽ ഒന്ന് ഗുരുവായൂരപ്പനെ പോയി കണ്ടാണ്ടല്ലോ മനസ്സങ്ങട് നിറഞ്ഞൊഴുകും. പിന്നെ നമുക്ക് ഒരിക്കലും വിഷമമില്ല എന്ന് തോന്നും. എന്തിനാ നമ്മൾ ഇത്രയൊക്കെ വിഷമിച്ചേ, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണേ എന്ന് തോന്നും. അതിനനുസരിച്ച് ആ ഭഗവാനും നിൽക്കുക കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഒന്ന് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ വിങ്ങി പൊട്ടി കരയാറായിട്ടാവും പോകുന്നുണ്ടാവുക. ആ സമയത്താവും ചിലപ്പോൾ നമ്മളെ ആ കാവൽക്കാരി അമ്മ തൊഴുതിട്ട് പോയാൽ മതി, ഇവിടെ തന്നെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് അതിലോഹിയായിട്ട് തൊഴിയിപ്പിക്കുന്ന ദിവസമായിരിക്കും എന്ന്. അപ്പൊ നമുക്ക് തോന്നുന്നു ഇതിൽ പറഞ്ഞ് നമുക്ക് എന്താ വേണ്ടല്ലേ, മാറും എന്ന് പറഞ്ഞ് പിടിച്ച് മുന്നിലുള്ള ആളെ വരെ ചിലപ്പോ വേഗം മാറാൻ പറഞ്ഞ് തള്ളിയിട്ടുണ്ടാവും. നമ്മളെ ആവുമ്പോ അവിടെ നിർത്തുക. എന്തുകൊണ്ടാ, ഞാൻ അവിടുത്തെ സ്റ്റാഫ് ഒന്നുമല്ല, എൻ്റെ അച്ഛൻ അവിടെ വർക്ക് ചെയ്തിരുന്നു, ഏട്ടനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, ഒക്കെ ശരിയാ, പക്ഷെ എന്നെ അവിടെ നിർത്തിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. നിനക്ക് ഞാനില്ലേ എന്ന് ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയാണ്. അതല്ലെങ്കിൽ അന്നത്തെ ദിവസം ഏകാന്തം തൊഴിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അന്ന് സോപാനം തരാനുണ്ടാവും. അത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഭഗവാൻ നമുക്ക് അവിടെ കരുതി വെക്കും. കാരണം ഇവളുടെ മനസ്സ് ഇപ്പൊ ഞാൻ ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന ഭഗവാൻ അറിയാം. അത്രയ്ക്കും വിഷമവും കണ്ടാവും നമ്മൾ ചെല്ലുണ്ടാവുക. ഞാനൊന്ന് തലോടിയില്ലെങ്കിൽ സവിത ഇത് താങ്ങില്ല, ഇത് തരണം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഒന്ന് താങ്ങാവാൻ, ഒന്ന് തണലാവാൻ അത് പ്രത്യേകം മനസ്സിരുത്താറുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ക്രിസ്ത്യനാണ് കേട്ടോ. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ എന്നോട് പറയും, കുട്ടി ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതു വരൂ, അപ്പം എല്ലാം ശരിയാവും എന്ന് പറയും. അതെങ്ങനെയാ അങ്ങനെ പറയാൻ പറ്റണേ? വേറൊരു അന്യമതസ്ഥനായിട്ട് പോലും അറിയാം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയാൽ കറക്റ്റായിട്ട് എനിക്കുള്ള സൊല്യൂഷൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയും. അദ്ദേഹത്തിന് എങ്ങനെയാ അറിയാം? നമ്മൾ പറയുന്നതിലൂടെയാണ് അറിയണത്. അപ്പോൾ ഒന്ന് പോയി തൊഴുതു വരൂ, ഈ പ്രശ്നം അപ്പയ്ക്കും ശരിയാവും. അത് പറയുന്നത് പോലെ തന്നെയാണ്. നമ്മളൊന്ന് പോയി തൊഴുത് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിട്ടുണ്ടാവും, സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വർഷത്തിലൊരിക്കൽ വന്ന് തൊഴുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ഫീല് തന്നെയാണോ എനിക്ക് ഇവിടെ എന്നും കിട്ടുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഗുരുവായൂർ നിവാസികൾ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നം വരുന്ന കടുത്ത പ്രശ്നം വരുമ്പോഴും നമ്മൾ ഓടിപ്പോയി ഒന്ന് തൊഴുത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഏയ് അത്ര പ്രശ്നമൊന്നുമില്ല, അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല, അതിപ്പോൾ ശരിയാവും. അത്രയ്ക്ക് സങ്കടത്തിൽ പോയാൽ എങ്ങനെയാ നമുക്ക് ഇത്ര കൂളായി വരാൻ പറ്റുന്നത് എന്ന് തോന്നും. അത് ഗുരുവായൂർക്കാർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും സാധ്യമാവില്ല അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഗുരുവായൂരപ്പന് മാത്രമേ അത് സാധ്യമാവുള്ളൂ, അതാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഇവിടുന്ന് വിദേശത്ത് പോയി താമസിക്കാൻ ഇട വന്നല്ലോ, അന്ന് എനിക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഞാൻ ഇതിനേക്കാളും പ്രശ്നം ആണ് എന്ന് കരുതിയിരുന്നു. ഇന്ന് വരുന്ന പ്രശ്നങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്നൊന്നുമില്ല. എന്നിട്ട് പോലും എനിക്ക് അയ്യോ ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതൊക്കെ മാറുന്നത് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ പക്ഷെ അകലെയുള്ള ആൾക്കാരെ അനുഗ്രഹിക്കില്ല, തീർച്ചയായിട്ടും, എന്താ സംശയം? ഗുരുവായൂരപ്പൻ അങ്ങനെ അകലെ അടുത്ത് അങ്ങനെ ഇല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെയാണ്. ഞാൻ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന രീതിയിലാണ് പറഞ്ഞത്. അമ്പലത്തിൽ പോയാൽ ഒരേ ഫീൽ തന്നെയാണ് കിട്ടുക. എനിക്ക് ഈ ഒരു സംശയം വന്നത് എപ്പോഴാണെന്നറിയോ? ബദരിയിൽ ഭഗവാനെ കാണാൻ പോയ ഒരു ആചാര്യ, ഒരു ഗുരുനാഥയോട് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക്
അവിടെ പോയി തൊഴുമ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുന്ന അതേ ഫീൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ, അത് അവിടെ പോയാൽ കിട്ടുന്നുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പം അമ്മ പറഞ്ഞു, ഒരു സംശയമില്ല കുട്ടി, കിട്ടുന്നുണ്ട്. ഇവിടെ ആവുമ്പോൾ നമുക്ക് ഉണ്ണികൃഷ്ണനാണ്, വൃന്ദാവന കൃഷ്ണനാണ്, നമ്മുടെ എല്ലാ എന്താ പറയുക, എന്തും നമുക്ക് പറയാം എന്നുള്ള ഒരു ഭാവമാണ്. പക്ഷെ അവിടെ യോഗേശ്വരനായിട്ടുള്ള കൃഷ്ണനാണ്, സൈലൻസ് ആണ്, പ്രാർത്ഥനകൾക്ക് പോലും ആരും ഉറക്കെ ജപിക്കാത്ത സ്ഥലമാണ്, ധ്യാനത്തിലിരിക്കുന്ന കൃഷ്ണനാണ്. അപ്പം ആ ഒരു ഭാവം വ്യത്യാസം ഉണ്ട് എന്നുള്ളതല്ലാതെ മനസ്സിന് നമുക്ക് കിട്ടുന്ന ആ എനർജി ലെവലിന് ഒരു വ്യത്യാസവും ഇല്ല. രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സംശയം നല്ലതാണ്, പക്ഷെ കിട്ടുന്നുണ്ട് തന്നെയാണ് എൻ്റെ ആൻസർ കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ മകളുടെ അസുഖം മാറാനും മകളുടെ പഠനം മുടങ്ങിയിരിക്കുകയാണ്, അത് തുടർന്നു പോകാനും എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്? അസുഖം മാറാൻ കാളിയമർദ്ദനം, കൃഷ്ണാട്ടംകളിയാണ് ഷീട്ടാക്കേണ്ടത്. പിന്നെ നാരായണീയം കൊണ്ട് സ്തുതിക്കുക, നാരായണീയം നിലത്ത് വെക്കാതെ സ്തുതിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് അസുഖത്തിനും എന്ത് സമാധാനമില്ലായ്മയ്ക്കും ആശ്രയിക്കാവുന്നത് ഈ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യഗ്രന്ഥമായിട്ടുള്ള ശ്രീമൻ നാരായണീയം തന്നെയാണ്. അത് എത്ര ഉരുന്നില്ല, എത്ര ദശകം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദശകം ഇഷ്ടമുള്ള അത്രയും തവണ ചൊല്ലി നമസ്കരിക്കൂ. ഗുരുവായൂരപ്പൻ എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് നിങ്ങളെ നോക്കും, ഉള്ളം കയ്യിൽ വെച്ച് നോക്കും. ഭഗവാൻ അത്ര നാരായണീയ പ്രിയനാണ്, നമസ്കാരപ്രിയനാണ്. ഇത് മാത്രമേ വേണ്ടൂ ഭഗവാന്. നാരായണീയം കൊണ്ട് സ്തുതിച്ച് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പൻ എന്തും തരും, നമുക്ക് എങ്ങനെയും കൊണ്ട് നടക്കും. ഭഗവാൻ അത്ര പ്രിയമാണ് നാരായണീയത്തിനോട്. ആ നാരായണീയത്തിനോടുള്ള പ്രിയം ക്രമേണ നമ്മളോടും വരും ഭഗവാന്. അത് നമുക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും. നമുക്ക് ആ രസം, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന്റെ രസം ഇങ്ങനെ ആസ്വദിക്കാൻ സാധിക്കും നാരായണീയം വായിച്ചാൽ കേട്ടോ. അസുഖം പെട്ടെന്ന് മാറട്ടെ. കാളിയമർദ്ദനം, കൃഷ്ണാട്ടംകളി ഷീട്ടാക്കിക്കോളൂ, അതും വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് രമ എന്ന് പറയുന്ന ഭക്തയാണ്, രമയെടുത്തിയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സവിത പറയുമ്പോൾ ശ്രീകോവിൽ എന്നാണ് പറയുന്നത്. ശ്രീകോവിലല്ല, ശ്രീകോവിൽ ആണ്. അതേപോലെ ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ എന്നാണ് പറയേണ്ടത് എന്നാണ്. നല്ല ഉച്ചാരണം, എന്നെ വിമർശിച്ചതല്ല, ഉച്ചാരണ ശുദ്ധിയുള്ള ഒരാൾ എന്ന നിലയിൽ അതൊന്ന് കൂട്ടി, അത് ഇത്തരം തെറ്റുകൾ വരാതെ ശ്രദ്ധിച്ചൂടെ എന്നാണ് ചോദ്യം. ശരിക്കും ഇതിനു മുമ്പ് ഞാൻ എടുത്ത് തന്നെ അങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് മുതൽ ശീലിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ഞാനൊന്ന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും വരുമ്പോഴും ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ഗോവിന്ദ തന്നെയാണ് വരണേ. ഇത് ആചാര്യനും തിരുത്തിയ ഭാഗമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഷാ ചേർത്തിട്ടാണ്, ഒരിക്കലും സ അല്ലല്ലോ നമ്മൾ ചേർക്കണേ, ഷാ അല്ലേ. ശ്രീ എന്ന് എഴുതുമ്പോൾ SREE എന്നല്ല, SHREE എന്നാണ് നമ്മൾ എഴുതേണ്ടത് ശരിക്കും. അപ്പോൾ ശ്രീ എന്നാണ് പറയേണ്ടത്. എനിക്ക് ആ ഒരു അത് എത്ര പ്രൊനൗൺസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വരണില്ല. വരുമ്പോൾ എപ്പോഴും ശ്രീ എന്നാണ് വരിക. ശ്രീ എന്നല്ല, ശ്രീ എന്നാണ് പറയേണ്ടത്. ഞാൻ ശ്രമിക്കാം, ഇനിയും ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ അന്നും പറഞ്ഞിരുന്നു ഞാൻ ഇനി മാറ്റാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യണ്ട കേട്ടോ, പക്ഷെ ശരിയാവണില്ല. അടുത്തതായിട്ട് ഞാൻ എന്നും നമസ്കരിക്കുക പതിവായിരുന്നു. 3 ദിവസമായി പനിയായിട്ട് എനിക്ക് തല കുളിക്കാൻ പറ്റിയിട്ടില്ല. നമസ്കരിക്കാൻ പറ്റുമോ തല കുളിക്കാതെ എന്നാണ് ബീന ബാബു എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമസ്കരിക്കാം കേട്ടോ. തല കുളിച്ചിട്ടില്ലെങ്കിലും മറ്റ് അശുദ്ധിയൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമസ്കരിക്കാം. ഗുരുവായൂരപ്പനെ ഏത് സമയം വേണമെങ്കിലും നമസ്കരിക്കാം, എവിടെ വേണമെങ്കിലും നമസ്കരിക്കാം. അതും കൂടിയുണ്ട് പ്രത്യേകത. എവിടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമസ്കരിക്കുന്നവന്റെ മുൻപിലേക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് എഴുന്നള്ളുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഭഗവാൻ എഴുന്നള്ളാൻ പാകത്തിനുള്ള സ്ഥലമായിരിക്കണം കേട്ടോ. നമ്മൾ ആ നമസ്കരിക്കുമ്പോൾ നമ്മളെ നെറ്റിമുട്ടുന്നത് ഭഗവാന്റെ പാദകമലത്തിലാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ നമസ്കരിക്കാൻ. അപ്പോൾ ഭഗവാന്റെ പാദം സ്പർശിക്കാൻ പറ്റിയ ഏതിടത്തും നമുക്ക് നമസ്കരിക്കാവുന്നതാണ് എന്ന് തന്നെയാണ്. അതിന് സമയപരിധിയില്ല കേട്ടോ. രാത്രി 12 മണിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് നമസ്കരിക്കാം, രാവിലെ ഏറ്റവും പ്രഭാതത്തിലും വേണമെങ്കിൽ നമസ്കരിക്കാം. നമസ്കാരപ്രിയനായ ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ, ഏത് നിമിഷം നമസ്കരിച്ചാലും നമ്മുടെ കൂടെ പോരും. നമ്മുടെ കൂടെ ഇങ്ങനെ പോരുന്നേ, ഉറപ്പാണത്. അടുത്തതായിട്ട്
ഓക്കെ, അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും അല്ല, ഞാൻ പത്മ ചേച്ചിയുടെ ഒരു ചോദ്യം കണ്ടിരുന്നു, അതും കൂടി എനിക്കൊന്ന് വായിക്കണം എന്നുണ്ട്. പക്ഷെ അതിപ്പോൾ എവിടെയാണെന്നുള്ളത്. ഓക്കെ. കുചേല ദിനത്തിൽ അമ്പലത്തിൽ സ്പെഷ്യൽ പൂജകളുണ്ടോ? പിന്നെ സവിത ഇപ്പോൾ നാമം ജപിക്കാൻ മടിയാണ്, ഒരുപാട് നാമം ജപിച്ചിരുന്ന ആളാണ്, എന്നിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടല്ലോ അല്ലേ, അത് കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചേച്ചിയുടെ സംശയം. ഞാൻ നല്ല വിഷമത്തിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ ഇത് കണ്ടതാണ്, പക്ഷെ എനിക്കത് വായിക്കുന്ന കൂട്ടത്തിൽ വായിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും എന്തൊക്കെയോ ഡിസ്ട്രാക്ഷൻ വന്ന് ആ ചോദ്യം കാണാതായി. അതാണ് ഞാൻ ഇന്ന് ഓർത്ത് പറയാൻ കാരണം. കുചേല ദിനത്തിൽ പ്രത്യേകിച്ചൊരു പൂജ അങ്ങനെ ഇല്ല കേട്ടോ. പക്ഷെ അവിൽ നിവേദ്യം ഭഗവാന് പ്രധാനമാണ്. അന്നത്തെ ദിവസം അനേകം ഭക്തര് അവല് ഷീട്ടാക്കാറുണ്ട്. അവല് വാങ്ങി കൊണ്ടുവന്ന് വയ്ക്കുന്ന ഭക്തരും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഷീട്ടാക്കുമ്പോഴാണ് പക്ഷെ അകത്ത് നെയ്തിക്കാൻ എടുക്കുക. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് നാമം ജപിച്ചിരുന്ന ആളായിരുന്നു, ഇപ്പൊ നാമം ജപിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഭഗവാൻ എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ അല്ലെങ്കിൽ അനുഗ്രഹക്കുറവാണോ, അങ്ങനെയുള്ള ചോദ്യമാണ് കേട്ടോ വന്നിരിക്കണം. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്കും ഇതന്നെയാണ് എൻ്റെ ഈ വർഷത്തെ പ്രശ്നം. കാരണം കഴിഞ്ഞ വർഷമൊക്കെ മണ്ഡലകാലം എന്ന് പറഞ്ഞാലേ അത്രയധികം നാമം ജപിക്കാൻ തരായിട്ടുണ്ടായിരുന്നു. ആ നാമജപം മുന്നോട്ട് മുടങ്ങാതെ പോയിട്ടുണ്ടായിരുന്നു. അക്ഷരലക്ഷം നാമൊക്കെ മണ്ഡലത്തിൽ എന്നെ ജപിക്കല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടല്ലോ, എനിക്കതൊന്നും നടക്കണില്ല. നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ അതെന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നല്ല സങ്കടമാവും. അപ്പോൾ അങ്ങനെ ആലോചിക്കേണ്ട, അത് വിട്ടേക്കൂ. നാമം ജപിക്കുന്നുണ്ട്, മനസ്സിൽ നാമം ജപിക്കാറുള്ള ഒരാളായിരുന്നു, പെട്ടെന്ന് തരാവണില്ല എന്നുള്ള എൻ്റെ വിഷമമാണ്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നാമം ജപിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പനോട് സംസാരിക്കൂ, എൻ്റെ ഉണ്ണികൃഷ്ണ എന്താ എനിക്കിപ്പോൾ നാമം ജപിക്കാൻ പറ്റാത്തേ, വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ മതി കേട്ടോ. ഈ സംസാരത്തിന്റെ ഇടയിലൊക്കെ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ അടുത്ത് തന്നെ ഇല്ലേ, കേൾക്കണില്ലേ ഞാൻ പറയണത്, ഉണ്ണികൃഷ്ണ ഒന്ന് കേൾക്കൂ, എന്താ എനിക്ക് നാമം ജപിക്കാൻ സാധിക്കാതെ, അങ്ങ് അനുഗ്രഹിച്ചാൽ മാത്രമല്ലേ എനിക്കതിന് സാധ്യമാവുള്ളൂ, ഉണ്ണി ഇപ്പൊ എന്താ എന്നെ അനുഗ്രഹിക്കാത്തെ, എന്തുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു ദുർഘടം വരണേ, ഇങ്ങനെയൊക്കെ ഒന്നൊരു 3-4 ദിവസം ചോദിച്ചു നോക്കൂ. ഉണ്ണികൃഷ്ണൻ പറയും അന്ന് ജപിച്ചോളൂ എന്ന്. അമ്മയ്ക്ക് അത്ര ആഗ്രഹം ഉണ്ടോ, എന്നാ അമ്മ ജപിച്ചോളൂ എന്ന് പറയും. അതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ണിയോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഉണ്ണിയുടെ മറുപടിക്ക് അനുസരിച്ച് എത്രയും പെട്ടെന്ന് പത്മ ചേച്ചിക്ക് നാരായണ നാമം ജപിക്കാൻ, നാരായണ നാമം എന്നല്ല കേട്ടോ, ഇഷ്ടമുള്ള നാമം ജപിക്കാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളേ ഉള്ളൂ. നാളെ കൂടുതൽ വിശദമായിട്ട് ചോദ്യോത്തരങ്ങളുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അതിന് ഉണ്ടാവട്ടെ. എൻ്റെ ചോദ്യം എവിടെ എന്ന് ഇന്നും ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഹെവി ഷൂട്ട് ഡേ ആണ്, ഞാൻ മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പം അടുത്ത ദിവസം കാണാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.